ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കെ ലതികയ്ക്കെതിരെ നേരത്തെ പോലീസ് അന്വേഷണം കേസെടുക്കുകയും ഒപ്പം തന്നെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്താനായി വടകര പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കാഫർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് കെ ലതിക MLA ഉൾപ്പെടെയുള്ള ഇടത് പ്രൊഫൈലുകളിൽ വന്നു. അവർ തന്നെ ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല, കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് വന്നിരുന്നത്. പിന്നീട് ഈ കാസിം തന്നെയാണ് കെ ലതിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി കൊടുക്കുകയോ അതിന്റെ പേരിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഈ കാഫർ സ്ക്രീൻഷോട്ട് ആദ്യം വന്നിരിക്കുന്നത് വടകരയിലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ള ഒരു കാര്യമാണ് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കെ ലതികയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇത് പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഇത്തരം ഒരു പരാമർശം ആരും നടത്തരുത്, അങ്ങനെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് താൻ തന്റെ പോസ്റ്റിലൂടെ പറയുകയായിരുന്നു. ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് വർഗീയത നടത്തരുത് എന്നുള്ള കാര്യമാണ് താൻ പറയാൻ ശ്രമിച്ചത്. ആ കാര്യമാണ് താൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് എന്നുള്ളതാണ് കെ ലതിക പറയുന്നത്. ഒപ്പം തന്നെ ഇതൊരു അന്വേഷണം പൂർത്തിയാവുന്ന സമയത്ത് റിബേഷിന് മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിൽ പങ്കുണ്ടാകില്ല എന്നുള്ളത് തെളിയുമെന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ ഭാഗത്തു നിന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വീട് കയറിയുള്ള ഒരു വർഗീയതയാണ് പ്രചരിപ്പിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സ്ക്രീൻഷോട്ട് കൂടെ വരുന്നത്. അത്തരത്തിലൊരു വർഗീയ പ്രചാരണം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടെ കെ ലതിക പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം വരട്ടെ, അതിൽ തെളിയട്ടെ ആരാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന്. അതിൽ ഇടതുപക്ഷത്തിലെ ഒരാൾക്കും പങ്കില്ല എന്നുള്ള കാര്യമാണ് കെ ലതിക പറയുന്നത്. കാഫർ സ്ക്രീൻഷോട്ട് വാദത്തിന് പിന്നിൽ ഇടതുപക്ഷത്തിന് പങ്കില്ല. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരട്ടെ എന്നാണ് കെ ലതികയുടെ പ്രതികരണം.